ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്വഭാവവും പ്രകൃതവും ഒരാൾക്ക് മാറ്റാൻ സാധിക്കുമോ? ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാനിനി മാറില്ല, എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരിക്കും, എല്ലാവരും എന്നെ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് അയാൾ നല്ലയാളാണോ ചീത്തയാളാണോ എന്നാലോചിച്ചാൽ എന്താണ് നമുക്ക് ലഭിക്കുക? അത് നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെയുള്ള ഒരാളാണോ ഞാൻ എന്ന് ചിന്തിക്കുകയും വേണം. വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായത്തിലെ 90-ാമത്തെ ആയത്തില് അള്ളാഹു താല പറയുന്നുണ്ട്, നിശ്ചയമായും അള്ളാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് സഹായം നൽകുവാനുമാണ്. അള്ളാഹു വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നുമാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് സൽസ്വഭാവം, അതെങ്ങനെ സ്വീകരിക്കണം, എന്താണ് സൽസ്വഭാവത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നത് നമ്മൾ കൃത്യമായി ആലോചിക്കണം. സൽസ്വഭാവം പുണ്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് വിദ്യാഭ്യസിച്ചുകൊണ്ടും വിവേകം അല്ലെങ്കിൽ സഹനം ശീലിച്ചുകൊണ്ടും മാത്രമാണ് സൽസ്വഭാവത്തെ നേടാൻ സാധിക്കുക. വല്ലവനും നന്മ തേടിയാൽ അള്ളാഹു എന്ത് ചെയ്യും? ആ നന്മ അവന് നൽകപ്പെടും. വല്ലവനും തിന്മയെ സൂക്ഷിച്ചാൽ അവനെ അതിൽ നിന്ന് അള്ളാഹു സുരക്ഷിതനാക്കും. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ഹദീസുകളിൽ പറഞ്ഞതാണ്. നിങ്ങൾ നന്മ തേടണം, തിന്മയെ സൂക്ഷിക്കണമെന്നൊക്കെ. അവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം, തിന്മയെ നന്മ കൊണ്ട് തുടർത്തുക, തിന്മയെ നന്മ മായ്ച്ചു കളയും, ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ വർത്തിക്കുക എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുങ്ങിയ വാചകത്തിൽ വലിയ ആശയങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സ്വഭാവം പ്രകൃതങ്ങളും മാറ്റാൻ കഴിയും എന്നതാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. കാരണം അത്രയും മോശപ്പെട്ട ഒരു ജനതയെ, അത്രയും ഈ ലോകത്ത് ഇനി വരുന്നതും കഴിഞ്ഞതുമായ സമൂഹത്തിൽ ആരൊക്കെയുണ്ടോ അവരെക്കാൾ ഉന്നതരായി ആ സമൂഹത്തെ മാറ്റാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സ്വഭാവവും പ്രകൃതങ്ങളും മാറ്റാൻ കഴിയും എന്നാണ് യഥാർത്ഥത്തിൽ ആ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ പ്രകൃതം ഇങ്ങനെയാണ്, എനിക്ക് മാറാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാറ്റം സാധ്യമാണ്. അതുകൊണ്ടാണ് നിർദ്ദേശങ്ങൾ നൽകാനും വസീയത്തുകൾക്കും അച്ചടക്ക നടപടികൾക്കും പ്രസക്തി ഉണ്ടാകുന്നത്. ശിക്ഷക്കൊക്കെ പ്രസക്തി എന്തുകൊണ്ടാണ്? അത് മാറ്റം സാധ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ഇവയൊക്കെ അസാധുവും അസാധ്യവുമാണെന്ന് ഒരു വേള വിചാരിക്കുന്ന ആളുകളുണ്ട്. ഉപദേശങ്ങളും വസീയത്തുകൾ കൊണ്ടൊന്നും കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്മയെ വളർത്താനും തിന്മയെ തളർത്താനും തയ്യാറാവണം. ഓരോ നിമിഷവും നന്മയിലാണോ തിന്മയിലാണോ ഞാനുള്ളത് എന്ന് ചിന്തിക്കുകയാണ് ഒരു മനുഷ്യന് മാറാനുള്ള ഏറ്റവും നല്ല ആയുധം. തിന്മയിലാണെങ്കിൽ അതിൻ്റെ വേഗത്തിൽ പാടെ ആ തിന്മയെ ഉപേക്ഷിക്കാനും, നന്മയിലാണെങ്കിൽ അതിൽ കടിച്ചു പിടിച്ച് നിലനിൽക്കാനും സാധിക്കണം. കാരണം തിന്മ കൊണ്ടൊരു ഗുണവും ലഭ്യമല്ല, നന്മ കൊണ്ട് ഗുണം വർദ്ധിക്കുകയല്ലാതെ ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ സ്വഭാവത്തിൽ മാറ്റം വരാനുണ്ട് എന്ന് ചിന്തിക്കുകയും എന്താണ് മാറ്റമെന്ന് അന്വേഷിക്കുകയും എന്താണ് ഞാൻ തിരുത്തേണ്ടതെന്ന് ആലോചിക്കുകയും അതിനു വേണ്ടി സർവാത്മന തയ്യാറായി കർമ്മനിരതരായിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സൽസ്വഭാവികളാകാൻ സാധിക്കും. എന്തൊക്കെ ദുസ്വഭാവങ്ങളാണോ കയ്യിലുള്ളത് അതൊക്കെ ലിസ്റ്റ് ചെയ്യുകയും ഓരോന്ന് ഒഴിവാക്കിയതിന് ശേഷം അത് വെട്ടുകയും എന്തു നന്മയാണോ നമ്മിലുള്ളത് ആ നന്മകളൊക്കെ എഴുതി വെച്ച് ആ നന്മകൾ പാലിക്കപ്പെടുന്നിടത്ത് ശ്രദ്ധിച്ച് പാലിക്കപ്പെടുന്ന നന്മകളെ അവിടെ നിന്ന് വെട്ടിക്കളഞ്ഞ് ആ നന്മകൾ കടലാസിൽ നിന്നും ജീവിതത്തിലേക്ക് എടുത്തു വെക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മാറ്റം സാധ്യമാണ്, മനസ്സുണ്ടായാൽ മതി. മാറ്റം സാധ്യമാണ്, മനസ്സുണ്ടായാൽ മതി. മനസ്സിനെ മാറ്റത്തിനു വേണ്ടി തയ്യാറാക്കുക എന്നതാണ് മാറ്റത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം. ആ ഘട്ടം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.